that the CBI is deployed against a businessman, and a few days later, a few weeks later, he pays the BJP. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൈസ നൽകുന്നതിന് കുറച്ചു മുമ്പ് ആദ്യം അവർക്കെതിരെ CBI അയച്ച ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ബിസിനസ്സുകാർ BJPക്ക് പൈസ നൽകും. ഇതാണ് പദ്ധതിയിൽ സംഭവിച്ചത്. Another businessman given a road contract of thousands of crores, and immediately after getting the road contract, he pays the BJP in electoral bonds. മറ്റൊരു വ്യവസായിക്ക് ആയിരക്കണക്കിന് കോടി രൂപ വിലയുള്ള കരാർ, ഒരു റോഡ് കോൺട്രാക്ട് കരാർ അനുമതി നൽകി. അത് കിട്ടിയതിനു ശേഷം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം BJPക്ക് കോടിക്കണക്കിന് പൈസയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ ആ വ്യവസായി നൽകിയത്. You know, sometimes in small towns, in the streets, there are people who extort money. നിങ്ങൾക്കറിയാം, ചിലപ്പോൾ നമ്മുടെ റോഡില് ചില ചെറിയ ചെറിയ ഗ്രാമങ്ങളിലും ടൗണിലൊക്കെ ആൾക്കാരിൽ നിന്ന് പൈസ കൊള്ളയടിക്കുന്ന ചില ആളുകളുണ്ട്. You know, they will threaten somebody and they'll say, "Give me money." അവരെന്ത് ചെയ്യും? ആൾക്കാരെ കാണുമ്പോൾ അവർ ഭീഷണിപ്പെടുത്തേക്ക് പറയും, എനിക്ക് പൈസ തരുമെന്ന് പറഞ്ഞ് പൈസ വാങ്ങിക്കുന്ന ആളുകൾ. You know them in every town. There are 5 or 6 people here in every street. There'll be somebody who threatens somebody, say, "I'll break your legs if you don't give me money." ഇവിടെ നിങ്ങൾക്കറിയാം, നമ്മുടെ എല്ലാ വില്ലേജിലും നമ്മുടെ ഗ്രാമത്തിലും റോഡിലൊക്കെ ഇത് കുറച്ചു പേരുണ്ടായിരിക്കും. എനിക്ക് പൈസ തന്നെങ്കിൽ ഞാൻ കാലടിച്ച് പൊട്ടിക്കും, മുട്ടയടിച്ച് പൊട്ടിക്കും. In the street, it's called extortion. അതിനെയാണ് നമ്മൾ പറയുന്നത് എക്സ്റ്റോർഷൻ, അതായത് പൈസ പിടിച്ചു പറിക്കുക, കൊള്ളയടിക്കുക എന്ന് നമ്മൾ പറയുന്നത്. How do you say extortion? No, in Malayali, how do you say? കൊള്ളയടിക്കൽ, കൊള്ളയടിക്കൽ, കൊള്ളയടിക്കൽ. Kollayadikal. In Malayalam, you say kollayadikal. Modi calls it electoral bond. മലയാളത്തില് നമ്മൾ കൊള്ളയടിക്കൽ എന്ന് പറയുന്ന കാര്യത്തിനെയാണ് നരേന്ദ്രമോദി ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത്. What the common thief is doing on the street, the Prime Minister is doing at an international level. നിങ്ങൾക്കറിയാവോ, നമ്മുടെ നാട്ടിലെ ഈ റോഡിലെ സാധാരണ ഒരു മോഷ്ടാവ് നമ്മുടെ നിരത്തുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അന്താരാഷ്ട്ര തലത്തിൽ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരാം. Most famous airport in India is the Mumbai airport. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസിദ്ധമായ എയർപോർട്ട് വിമാനത്താവളം എന്ന് പറയുന്നത് മുംബൈ വിമാനത്താവളമാണ്. The owner of the Mumbai airport got a CBI inquiry. Suddenly he got a CBI inquiry. മുംബൈ എയർപോർട്ടിന്റെ വിമാനത്താവളത്തിന്റെ ഉടമസ്ഥന് പെട്ടെന്ന് ഒരു CBI അന്വേഷണം വന്നു. After a few days of the CBI inquiry, they obviously interrogated him, threatened him a little bit. കുറച്ചു ശേഷം CBI അന്വേഷണം വന്ന കുറച്ച് സമയത്തിന് ശേഷം അവർ കുറെ അദ്ദേഹത്തെ ചോദ്യം ചോദിച്ചു, അദ്ദേഹത്തെ കുറച്ച് ഭയപ്പെടുത്തി. Within a month or two, he had sold the Mumbai airport to Adani. നിങ്ങൾക്കറിയാവോ, ഈ CBI അന്വേഷണത്തിന് ചോദ്യം ചെയ്യലും ഏതാനും ദിവസങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ആ എയർപോർട്ട് അദാനിക്ക് കൊടുത്തു. Mumbai airport. This is how Adani got Mumbai airport. നിങ്ങൾക്കറിയാവോ, ഇങ്ങനെയാണ് അദാനിക്ക് മുംബൈ വിമാനത്താവളം കിട്ടിയത്. വിമാനത്താവളം അദാനിയുടെ